ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ്. ഞാൻ വളരെ ഹാപ്പിയാണ് ഗൈസ്, കാരണം ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. ആൻഡ് ഒരു 4 വർഷത്തിനൊക്കെ ശേഷം ലാലേട്ടൻ എന്ന പെർഫോമറിനെ ഞാൻ എങ്ങനെ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിച്ചോ അങ്ങനെ ഞാൻ കണ്ടു. നേര് സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പാണ് ജിത്തു ജോസഫും മോഹൻലാലും കൂടി ഇങ്ങനെ ഒരു കൊട്ടിയാഘോഷമൊന്നും ഇല്ലാത്തൊരു സിനിമ കൊണ്ടുവരുന്നത്, ദൃശ്യം. സോ ആഫ്റ്റർ 10 years ഈ ക്രിസ്മസ് സമയത്തും അവരൊരു സിനിമ കൊണ്ടുവരുന്നു, നേര്. പടം ഞാൻ കണ്ടു. പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്, തീർച്ചയായും ഫാമിലി ആയിട്ട് പോയി കാണേണ്ട ഒരു സിനിമയാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതിൽ നല്ലൊരു സോഷ്യൽ റിലവന്റ് മെസ്സേജ് ഉണ്ട്. അത് കൂടാതെ നമ്മുടെ നാട്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ നിയമം എങ്ങോട്ട് വേണമെങ്കിലും പിടിച്ച് കുലുക്കാവുന്നൊരു മെന്റാലിറ്റി എല്ലാവർക്കും ഉണ്ടാവും. അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു മെസ്സേജാണ് ഇവർ തരുന്നത്. എത്ര കാശുണ്ടെങ്കിലും സത്യം ഒരിക്കലും, ആര് ഓപ്പോസിറ്റ് നിൽക്കുകയാണെങ്കിലും സത്യം ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല ആർക്കും. സത്യം എത്ര പാവപ്പെട്ടവനാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും സത്യം സത്യമായിട്ട് തന്നെ നിലനിൽക്കണം, നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകണം എന്നൊരു മെസ്സേജ് ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോ പടം എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ എം സൂപ്പർ ഹാപ്പി ടു വാച്ച് ലാലേട്ടൻ അഗെയിൻ, ലൈക്ക് എ ഗ്രേറ്റ് പെർഫോമർ. ഞാൻ പല സീനും ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് ആസ്വദിച്ച് ലാലേട്ടാ എന്ന് പറഞ്ഞതുപോലെ ഞാൻ കണ്ടു. എസ്പെഷ്യലി കോർട്ട് റൂമിനുള്ളിൽ സിദ്ദിഖിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ മാറി, ഒരു റേപ്പ് നടന്നു കഴിഞ്ഞാലൊന്നും അങ്ങനെ വീട്ടിലിരിക്കേണ്ടവരല്ല, അവര് തുറന്നടിച്ചെല്ലാം പറയണം എന്നൊരു സീനുണ്ട്. ഗൈസ്, നിങ്ങൾ അത് തിയേറ്ററിൽ കാണൂ. ആസ് എ ലാലേട്ടൻ ഫാൻ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ, ലാലേട്ടൻ ഫാൻ അല്ലെങ്കിലും കൂടെ നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻ ഉള്ളിൽ കിട്ടും. മോനെ, ലാലേട്ടൻ ഒരു കൈയ്യടി നിങ്ങൾ കൊടുത്തിരിക്കും ആ സീനിലെല്ലാം. സോ അങ്ങനത്തെ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ സൂപ്പർ ഹാപ്പി ആയിട്ട് തിയേറ്ററിനുള്ളിൽ നിന്ന് ഇറങ്ങി വരും. അപ്പൊ ഇവരിത് പറഞ്ഞതുപോലെ ദൃശ്യം പോലെ വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള സിനിമയൊന്നുമില്ല. ഇറ്റ്സ് എ കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ. പക്ഷെ ചെറിയ ഹൈ പോയിന്റ്സ് ഒക്കെ ഇതിലുമുണ്ട്. നിങ്ങളെ ലാലേട്ടൻ ഫാൻ ആയിട്ട് ഹാപ്പി ആക്കുന്ന കുറെ പെർഫോമൻസ് ഉള്ള മൂവ്മെന്റ്സ് ഇതിലുണ്ട്. ഇനി ഇതിന്റെ പോസിറ്റീവ് സൈഡിലോട്ട് വരാം. ഫസ്റ്റ് ഞാൻ ജിത്തു ജോസഫ് സാറിനോട് ഒരു താങ്ക്സ് പറയുന്നു. ഇങ്ങനെ ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ എടുക്കാൻ മനസ്സ് കാണിച്ചതിന്, അതും ലാലേട്ടനെ വെച്ച് ചെയ്യാൻ മനസ്സ് കാണിച്ചതിന്. ലാലേട്ടൻ ഒരു ഇമോഷണൽ ഡ്രാമ സിനിമയെല്ലാം ചെയ്തിട്ട് കുറെ കാലമായി. സോ അങ്ങനെ ഞങ്ങളുടെ ലാലേട്ടനെ, പെർഫോമർ എന്ന ലാലേട്ടനെ തിരിച്ചു തന്നതിന് ഐ എം വെരി ഹാപ്പി. ആൻഡ് ഇത് 100% അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു കോർട്ട് റൂമിൽ എന്തെല്ലാം നടക്കോ അത് ആ റൂൾ എല്ലാം പക്കായിട്ട് ഫോളോ ചെയ്തിട്ടാണ് ഇവർ എടുത്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ട് സിനിമയ്ക്ക് വേണ്ടി ഈ കോർട്ട് റൂമിനുള്ളിൽ ഇവരൊന്നും ചേർത്തിയിട്ടില്ല. യു വിൽ സി 2 അഡ്വക്കേറ്റ്സ് തമ്മിൽ പരസ്പരം വാദിക്കുന്നതും അതിനെ ജഡ്ജ് എങ്ങനെ കാണുന്നു, പിന്നെ അവിടെ വരുന്ന വിറ്റ്നസ്സുകളെല്ലാം എങ്ങനെ നിൽക്കുന്നു, ഇതെല്ലാം പക്ക ഒരു കോർട്ടിന്റെ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് തന്നെ അവർ സ്ക്രിപ്റ്റിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് ദെൻ ലാലേട്ടൻ എന്ന പെർഫോമർ തിരിച്ചു വന്നു കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പക്ഷെ അടുത്ത വർഷത്തെ ലൈനപ്പ് കൂടി വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ലാലേട്ടൻ ഈസ് കമ്മിങ് ബാക്ക്. ആൻഡ് പേടിക്കണം, അയാളെ കുറ്റം പറഞ്ഞവരെല്ലാം പേടിക്കണം. അങ്ങനെ ഒരു കംബാക്ക് പുള്ളിക്കാരൻ കൊടുക്കും. എനിക്ക് ഇന്നലെ ഇനി എന്താ പറയാ, ലാലേട്ടൻ ഒരു പടം ഹിറ്റായില്ലേ, ഇനി കുറച്ചു കാലത്തേക്ക് ആരും ഒന്നും സംസാരിക്കില്ല. കാരണം പുള്ളിക്കാരനോട് മുട്ടി നിൽക്കാനുള്ള ആൾക്കാരൊന്നും ഇപ്പൊ പുതിയതിലായിട്ടൊന്നും ആരും വന്നിട്ടില്ല. സോ ലാലേട്ടനെ കുറ്റം പറഞ്ഞവരെല്ലാം പോയി നേര് കാണുക. ആസ് എ ലാലേട്ടൻ ഫാൻ ഐ എം സൂപ്പർ ഹാപ്പി. നിങ്ങളും പെർഫോമർ എന്ന ലാലേട്ടൻ ഇതിനുള്ളിൽ കാണും. താങ്ക്സ് ലാലേട്ട ഫോർ ദി സ്ക്രിപ്റ്റ്. ഇനി ഇങ്ങനെയുള്ള നല്ല സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുക. ആൻഡ് അടുത്തതായിട്ട് ഇതിന്റെ സിനിമോട്ടോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂപ്പർ ആയിരുന്നു. സ്റ്റോറി എല്ലാം നല്ലതായിരുന്നു. ഇനി പറയാനുള്ളത് ഇതിലെ പെർഫോമൻസസ്, അടുത്ത് വരുന്ന മെയിൻ പെർഫോമൻസസ്. ഫസ്റ്റ് അനശ്വര രാജൻ. ഇതിനു മുമ്പ് കുറെ ട്രോള് കിട്ടിയ കുട്ടിയാണ്, അങ്ങനെ ചെയ്യുന്ന മണ്ടത്തരങ്ങളായിട്ട് റോള് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതിൽ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്കും ഒരു കയ്യടി കൊടുക്കും. വണ്ടർഫുൾ റോൾ, സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളെ പല സമയങ്ങളിലും നമ്മുടെ കണ്ണീരിൽ കൂടെ കണ്ണീര് വരുത്തുന്ന പോലത്തെ റോളാണ്. നല്ല സൂപ്പറായിട്ട് പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. ഇത്രയും വയസ്സ്, കുറച്ച് വയസ്സായുള്ളൂ, ഈ ഒരു വയസ്സിൽ ഇത്ര മെച്ചൂർ ആയിട്ടുള്ള ഒരു റോള് നല്ല സൂപ്പറായിട്ട് തന്നെ പുള്ളിക്കാരി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ സിദ്ദിഖ് പറഞ്ഞേ പറ്റൂ, നമ്മൾക്ക് കയറി തല്ലാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു വക്കീലാണ്. നമ്മളെ പല സമയത്തും നമ്മൾക്കുള്ളിലൊരു ദേഷ്യം വരുത്തിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. ഒരു ഓപ്പണന്റ് അത്ര സ്ട്രോങ് ആയാൽ മാത്രമേ ഒരു സിനിമ ഹിറ്റ് ആവുള്ളൂ. അതിന് ഈ സിനിമയും വലിയൊരു എക്സാമ്പിൾ ആണ്. സിദ്ദിഖിക്ക ഹാസ് ഡൺ എ ബെസ്റ്റ് റോൾ ആസ് എൻ അഡ്വക്കേറ്റ്. പ്രിയാമണി ആയിക്കോട്ടെ, ജഗദീഷ് ആയിക്കോട്ടെ, എല്ലാവരും അവരവരുടെ റോൾ നല്ല പക്ക ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫും
സ്ലോ പേസിലാണ് പോകുന്നത്, പക്ഷെ നമ്മൾ ഒരിക്കലും മുഷിപ്പിക്കില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. എസ്പെഷ്യലി ക്ലൈമാക്സിനോട് വരുമ്പോൾ നിങ്ങൾ അറിയാതെ ലാലേട്ടനൊക്കെ ഒരു കയ്യടി കൊടുത്തു പോകും. ലാലേട്ടനായാലും അനശ്വരരാജനായാലും ഒരു കയ്യടി കൊടുത്തു പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ ഇനി എന്തെങ്കിലും നെഗറ്റീവ്സ് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ വിൽ സേ ദ പേസ് ഓഫ് ദ മൂവി. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ചെറിയൊരു സ്ലോ പേസിലാണ് ഈ മൂവി പോകുന്നത്. പക്ഷെ ആ മൂവിക്ക് അത് അനിവാര്യമാണ്, ആരും അതിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷെ മേ ബി നമ്മളുടെ ഈ ഒരു കാലഘട്ടം ആയതുകൊണ്ട് സ്ലോ പേസ് മൂവികൾ പലർക്കും ഇഷ്ടമല്ല. സോ പലരും വന്നിട്ട് പറയും ഇതെന്താ മൂവി ലാഗ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ എനിക്ക് ഈ മൂവി വാസ് ജം ഓഫ് എ മൂവി. 2023 ഒരു പെർഫെക്റ്റ് എൻഡിങ് ആണ് തോന്നുന്നു മലയാളം സിനിമയ്ക്ക്. ലാലേട്ടനും തിരിച്ചു വന്നു, ഇന്നലെ സഞ്ജു സാംസണും സെഞ്ചുറി അടിച്ചു. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ പോയി തിയേറ്ററിൽ കാണുക. ആരെങ്കിലും ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഞാൻ എനിക്ക് കുറെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. ലാലേട്ടനും നേരും എന്റെ സന്തോഷവും മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, തീർച്ചയായും ഫാമിലി ആയിട്ട് പോയി കാണുക. ഐ തിങ്ക് മൗത്ത് പബ്ലിസിറ്റി ഈ സിനിമയ്ക്ക് ദൃശ്യം പോലെ തന്നെ വലുതായിട്ട് വരും. ഫാമിലി ഓഡിയൻസ് കയറി കണ്ട് ഈ സിനിമ വലിയൊരു വിജയമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.